ഹായ്, ഞാൻ ആദിഷ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ലോ ഓഫ് അട്രാക്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ എക്സിനെ എങ്ങനെയാണ് അട്രാക്റ്റ് ചെയ്യാൻ സാധിക്കുക എന്നതിനെ പറ്റിയാണ്. വളരെ ഈസി ആയിട്ടുള്ള 2 സ്റ്റെപ്പുകളാണ് പറയുന്നത്. ഇതൊന്ന് ചെയ്ത് നോക്കുക. എത്ര സ്ട്രഗിളിലൂടെ നിങ്ങൾ കടന്നു പോവുകയാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന, നിങ്ങളെ വിട്ടിട്ട് പോയിട്ടുള്ള ആ ഒരു വ്യക്തിയെ തിരിച്ചു കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ഒന്ന് ചെയ്തു നോക്കുക. തീർച്ചയായിട്ടും 100% ഗ്യാരണ്ടിയാണ് റിസൾട്ട്. വീഡിയോ പൂർണ്ണമായിട്ടും കാണുക. ഒന്നാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ഓൾറെഡി ആ വ്യക്തിയുമായിട്ട് റിലേഷൻഷിപ്പിലായിരുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് ഹാപ്പി മൊമെൻറ്റ്സ് കിട്ടിയിട്ടുണ്ടാവും. നിങ്ങൾ ഒരുപാട് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും. ഐ മീൻ ജോയ് ആണെങ്കിലും ലവ് ആണെങ്കിലും ഹാപ്പിനെസ് ആണെങ്കിലും ഒക്കെ അല്ലേ? അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്കുണ്ടായിരുന്ന ഫീലിങ്സ് എന്തായിരുന്നു, എക്സ്പീരിയൻസ് എന്തായിരുന്നു? ബാഡ് എക്സ്പീരിയൻസ് എല്ലാം വിടുക. നല്ല ഗുഡ് എക്സ്പീരിയൻസസ് എന്തൊക്കെയായിരുന്നു? അത് ഓരോ സിറ്റുവേഷൻസ് ആയിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്ന നിങ്ങളുടെ അനുഭവങ്ങൾ, ആ ഫീലിങ്സ് ഒക്കെ മാക്സിമം ഒന്ന് റൈറ്റ് ഡൗൺ ചെയ്യുക. ഒരു പേനയും പേപ്പറും എടുത്തിട്ട് കുറച്ച് ടൈം എടുത്തോട്ടെ. ഒരു രാത്രി ചൂസ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ഒരു ഡിസ്റ്റർബൻസും ഇല്ലാതെ ഒറ്റയ്ക്ക് ഇരുന്ന് ആലോചിക്കുക ഓരോ നിമിഷങ്ങൾ. എന്നിട്ടത് എഴുതി വെക്കുക. എഴുതിയതിന് ശേഷം ചിലപ്പോൾ 1 പേജായിരിക്കാം, ചിലപ്പോൾ 2-3 പേജ് ഉണ്ടാവാം. എല്ലാം എഴുതുക. ഒറ്റ തവണ എഴുതിയാൽ മതി. അതുകൊണ്ട് ടൈം എടുത്ത് തന്നെ എഴുതുക. അതിനുവേണ്ടി കുറച്ച് ടൈം സ്പെൻഡ് ചെയ്താലും കുഴപ്പമില്ല. അതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, അടുത്ത ദിവസം ഇതെടുക്കുക. എടുത്തതിന് ശേഷം ഇതൊന്ന് വായിക്കുക. വായിക്കുന്ന സമയത്ത് ആ പാസ്റ്റിലോട്ട് തന്നെ ഒന്ന് കടന്നു പോവുക, ആ ഹാപ്പി മൊമെൻറ്റ്സിലോട്ട്. എന്നിട്ട് ആ സമയത്ത് നിങ്ങളുടെ ബോഡി എന്തായിരിക്കും അനുഭവിച്ചിട്ടുണ്ടാവുക എന്നുള്ളതിനെ പറ്റി ചിന്തിക്കുക. നിങ്ങളുടെ ശരീരം അനുഭവിച്ച ആ ഒരു ഫീലിങ്സ്, ഇമോഷൻസ് അതിലോട്ട് നിങ്ങളുടെ മനസ്സിനെ കൊണ്ടുപോവുക. എന്നിട്ട് ഇത് വായിക്കുന്ന സമയത്ത് ഓരോ ലൈൻസ് വായിക്കുമ്പോഴും ഓരോ സിറ്റുവേഷൻസ് വായിക്കുമ്പോഴും യു ഹാവ് ടു എക്സ്പീരിയൻസ് ദാറ്റ് ഫീലിംഗ് ആൻഡ് ദാറ്റ് ഇമോഷൻ. ആ ഇമോഷനും ആ ഫീലിങ്ങും എങ്ങനെയാണ് നിങ്ങളുടെ ബോഡി എക്സ്പീരിയൻസ് ചെയ്തത്, അത് ഇങ്ങനെ ഫീൽ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഒരു 1-2 തവണ അത് റീഡ് ചെയ്യുക, മാക്സിമം അത് ഫീൽ ചെയ്യുക. അടുത്ത ദിവസം ഈ എഴുതി വെച്ച പരിപാടി അത് തന്നെ എടുക്കുക, അത് വായിക്കുക. നിങ്ങളുടെ ബോഡിക്ക് ആ സിറ്റുവേഷൻസിൽ എന്ത് ഫീലായിരുന്നു ഉണ്ടായത് അത് റീക്രിയേറ്റ് ചെയ്യുക. ആ തോട്ടിലൂടെ കടന്നു പോകുമ്പോൾ, ആ തോട്ടിലോട്ട് അറ്റൻഷൻ കൊടുക്കുമ്പോൾ ആ ഒരു സിറ്റുവേഷൻ വാവ്, ഭയങ്കര ഹാപ്പിനെസ് ആയിരുന്നു, ഭയങ്കര ജോയ് ആയിരുന്നു, ഭയങ്കര കളർഫുൾ ആയിരുന്നു. അങ്ങനെ ചിന്തിച്ച് ആ ബോഡി അന്ന് അനുഭവിച്ച സാധനം ഇപ്പോഴും അനുഭവിപ്പിക്കാൻ നിങ്ങളുടെ ആ ഒരു തോട്ട് പ്രോസസ്സിലൂടെ സാധിച്ചു കഴിഞ്ഞാൽ വളരെ വലിയ രീതിയിലുള്ള ഒരു മാജിക് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കും. നിങ്ങൾക്കത് വീണ്ടും അട്രാക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. സോ അതൊന്ന് ചെയ്തു നോക്കുക. 2 സ്റ്റെപ്പേ ഉള്ളൂ. അത് എഴുതുക, ഒന്നാമത്തെ സ്റ്റെപ്പ്. രണ്ടാമത്തത് അത് ഓരോ ദിവസവും എടുത്ത് വായിക്കുന്ന സമയത്ത് മാക്സിമം ഫീൽ ചെയ്യുക. ആ സിറ്റുവേഷനിലോട്ട് പോവുക, ആ തോട്ട് പ്രോസസ്സിൽ ഇരിക്കുക കുറച്ച് ടൈം, 5-10 മിനിറ്റ്. ഇത് ഡെയിലി ഒന്ന് ചെയ്ത് നോക്കിക്കേ. 100% ഗ്യാരണ്ടി നിങ്ങൾ ആ വ്യക്തിയെ അട്രാക്റ്റ് ചെയ്തിരിക്കും. ഇൻ കേസ് പല ആളുകളും ലോജിക്കായിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. സാറേ, ഞാൻ സ്നേഹിച്ചിരുന്ന കുട്ടി ഇപ്പോൾ വേറെ കല്യാണം കഴിച്ചു പോയി, അവിടെ ലോക്ക്ഡ് അല്ലേ, എന്താ ചെയ്യുക, ഇനി ഇത് ചെയ്തിട്ട് കാര്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ലോക്ക്ഡ് ആവാത്ത സിറ്റുവേഷൻസ് ഉണ്ടാവും. ചിലപ്പോൾ കല്യാണം കഴിഞ്ഞിട്ടില്ല, ഇപ്പോഴും അവൈലബിൾ ആയിരിക്കും. അല്ലെങ്കിൽ കണ്ടുമുട്ടാനും മിങ്കിൾ ചെയ്യാനും വീണ്ടും ഒന്നാകാനും ഒക്കെ ഉള്ള ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരുപാട് കേസുകളുണ്ടല്ലോ. അതിൽ ഇത് 100% വർക്കാവും. അല്ലാത്ത കുറച്ച് കേസുകളുണ്ട്. ഇപ്പോൾ എവിടെയെങ്കിലുമൊക്കെ ലോക്കായി കിടക്കുന്നുണ്ടാവും. ചിലപ്പോൾ പാരൻസിൻ്റെ കാരണത്താൽ, ചിലപ്പോൾ അതുപോലെ കല്യാണം കഴിഞ്ഞു പോയി, അങ്ങനെയൊക്കെ ഉള്ള സിറ്റുവേഷൻസിലാണെന്നുണ്ടെങ്കിൽ നിങ്ങളിത് ചെയ്തത് കൊണ്ട് നിങ്ങൾക്ക് ദോഷമൊന്നും ഉണ്ടാവില്ല. നിങ്ങളിത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു മാനിഫെസ്റ്റേഷൻ നടക്കും. അത് ഭയങ്കരമായിരിക്കും. നിങ്ങൾ എന്താണോ ആ സമയത്ത് നിങ്ങൾ ഫീൽ ചെയ്തത്, എക്സ്പീരിയൻസ് ചെയ്തത്, അതിനേക്കാൾ കൂടുതൽ സ്നേഹം ആ ഒരു എക്സ്പീരിയൻസ് തരാൻ കഴിയുന്ന ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലോട്ട് വരും. കാരണം നിങ്ങൾ അങ്ങനെ ആ ഒരു ഫീലിങ്ങിലും ഇമോഷനിലും തോട്ട് പ്രോസസ്സിലും ഇരുന്ന് കഴിഞ്ഞാൽ അതുപോലെ ഒരു സംഭവം അട്രാക്റ്റ് ചെയ്യും എന്നുള്ളത് യൂണിവേഴ്സൽ പ്രോസസ്സാണ്. ആ റിസൾട്ട് എന്തായാലും ഉണ്ടായിരിക്കും എന്നുള്ളത് ഉറപ്പാണ്. ആ വ്യക്തി എവിടെയെങ്കിലുമൊക്കെ ലോക്ക്ഡ് ആണെങ്കിൽ അതൊന്ന് പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ ലോജിക്കായിട്ടുള്ള കുറേ കമൻസുകൾ വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ആദ്യമേ അത് പറഞ്ഞതാണ്. സോ എന്തായാലും പോസിറ്റീവായിട്ടുള്ള
ഒരു റിസൾട്ട് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ചെയ്ത് നോക്കുക, 100% ഗ്യാരണ്ടി റിസൾട്ട്. അപ്പോൾ ഇന്ന് തന്നെ അപ്ലൈ ചെയ്യാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഇതിനു മുമ്പ് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയിട്ടുള്ള ആളുകൾ അവരുടെ ഫീഡ്ബാക്സ് കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും അത് ബാക്കിയുള്ളവർക്ക് ഒരു മോട്ടിവേഷൻ ആകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഇഷ്യൂസോ പ്രയാസങ്ങളോ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതല്ല ഇനി ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ച് കൂടുതൽ അറിയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള പ്രോസസ്സുകളൊക്കെ പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിലോട്ട് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്, അല്ലെങ്കിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങളുടെ ടീം നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. നമുക്ക് പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നേരത്തെ പറഞ്ഞതുപോലെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്നു. പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു. നമസ്തേ.